your child would be benefited with this small change in your thought. What are you waiting for? Pinch your brain. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു റെഡ്യൂസ് ഫ്രാക്ഷൻസ് ടു ഇറ്റ്സ് ലോവസ്റ്റ് ഫോം. നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോവസ്റ്റ് ഫോമിലേക്ക് എങ്ങനെയൊക്കെ ആക്കാം, വാട്ട് ആർ ദ സ്റ്റെപ്സ് യു ആർ ഗോയിങ് ടു ടേക്ക്, റൈറ്റ്? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാം. ഫൈൻഡ് ഔട്ട് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അതിൽ നിന്ന് സ്പോട്ട് ദ ഗ്രേറ്റസ്റ്റ് വൺ. നമുക്ക് ഗ്രേറ്റസ്റ്റ് ഫാക്ടർ മാത്രമേ വേണ്ടൂ. എന്നിട്ട് എന്ത് വേണം? ദ തേർഡ് സ്റ്റെപ്പ് ആൻഡ് ദ ഫൈനൽ വൺ, ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ബൈ ദ സെയിം ഫാക്ടർ. അതായത് നമ്മൾ ആ ഫ്രാക്ഷൻ നമ്മൾ ചൂസ് ചെയ്തു, ഫാക്ടർ ചൂസ് ചെയ്ത ഫ്രാക്ഷനിലോട്ട് പോവുക. ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ആയാലും ഡിനോമിനേറ്റർ ആയാലും സെയിം നമ്പറിനോട് വേണം, സെയിം ഫാക്ടറോട് കൂടി വേണം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ. That is what the rule says. So you have rule number 1, rule number 2 and rule number 3. So let's go one by one. The first question says 35 by 50. 50. 35 by 50. How are you going to reduce this? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിൽ നമുക്ക് എന്ത് വേണമെന്നറിയാം. ആദ്യം നമ്മൾ മക്കളെടുത്ത് ഡിവിസിബിലിറ്റി റൂൾസ് പഠിച്ചിരിക്കാൻ പറയാം, ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചിരിക്കാൻ പറയാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, സോ വെൻ യു ഫൈൻഡ് നമ്പർ 35 and 50, you will find the units place is having 5 and 0. ഇപ്പോൾ 0 and 5 നമ്മൾ യൂണിറ്റ്സ് പ്ലേസ് ഏത് നമ്പർ ആയിക്കഴിഞ്ഞാലും 0 and 5, if you find 0 and 5 in its units place, that means it will be divisible by 5 without doubt. ഒരു ഡൗട്ടും വേണ്ട, it will be divisible by 5. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്റർ എടുക്കുക, ഡിവൈഡ് ബൈ 5 ചെയ്യുക, ഡിനോമിനേറ്റർ എടുക്കുക, ഡിവൈഡ് ബൈ 5 ചെയ്യുക. സോ വാട്ട് ഫ്രാക്ഷൻ വിൽ യു ഗെറ്റ്? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 7 by 10. ഇനി നമുക്ക് കണ്ടാൽ അറിയാം 7 എന്താണ്? പ്രൈം നമ്പറാണ്. when you have a prime number, that means you can't reduce the fraction anymore. Once you reach a prime number, that means your fraction has reached its lowest form ആണ്. അപ്പോൾ 7 പ്രൈം നമ്പർ ആയത് കാരണം you can't reduce this factor, so the answer is 7 by 10. We began with 35 by 50. We spotted that the unit places are having 5 and 0 in its units place. So what happens next? You are dividing it by 5, so both numbers